Hello friends, welcome to the channel Dewdear Academy. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് കേരള PSC നടത്തുന്ന ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടത്തുന്ന എക്സാമിൻ്റെ സിലബസിനെ പറ്റിയാണ്. ഇപ്പോൾ കേരള PSC ഈ എക്സാമിനേഷൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 എക്സാമിനേഷന് ഉള്ള സിലബസ് പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പുതിയ സിലബസ് അനുസരിച്ചിട്ടായിരിക്കണം ഇനി നമ്മൾ എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. മുൻപുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യുവാണെങ്കിൽ അതിൽ കൂടുതൽ ജനറൽ ആസ്പെക്ട്സ്, ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ PSC തന്നെ നമുക്കൊരു പുതിയ സിലബസ് തന്നിരിക്കുകയാണ്. അപ്പോൾ ആ സിലബസ് അനുസരിച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ ജനറൽ നോളജ് ആസ്പെക്ട്സ് ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഈ ന്യൂ സിലബസ് അനുസരിച്ച് വേണം നമ്മൾ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. 10 സെക്ഷൻസ് ആയിട്ടാണ് ഈ സിലബസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അനാറ്റമി, ഫിസിയോളജി തുടങ്ങി കമ്മ്യൂണിറ്റി ആസ്പെക്ട്സ് എല്ലാം കവർ ചെയ്തുകൊണ്ടുള്ള ഒരു 10 സെക്ഷൻസ് ആയിട്ടാണ് നമുക്ക് സിലബസ്. ഇനി കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ എക്സാമിനേഷൻ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ബുക്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അതും ഒന്ന് നോക്കി വാങ്ങിച്ച് പ്രിപ്പയർ ചെയ്ത് പഠിക്കാവുന്നതാണ്. കെ പാർക്കിൻ്റെ പ്രിവെൻറ്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിൻ ഈ ടെക്സ്റ്റ് ബുക്ക് ഈ എക്സാം പ്രിപ്പറേഷന് വളരെ യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ആ ഒരു ബുക്കിൻ്റെ ബേസിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ സിലബസ് 10 സെക്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഓരോ ടോപ്പിക്സും അതിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ നോക്കേണ്ടതും എന്നുള്ളതാണ്. ഇനി സിലബസിലേക്ക് കടക്കുമ്പോൾ ഫസ്റ്റ് സെക്ഷൻ 1 അനാറ്റമി ആൻഡ് ഫിസിയോളജിയാണ്. അനാറ്റമി ആൻഡ് ഫിസിയോളജിയിൽ എല്ലാ സിസ്റ്റംസും, ബോഡി സിസ്റ്റംസ് സ്റ്റാർട്ടിംഗ് ഫ്രം സെൻട്രൽ നെർവസ് സിസ്റ്റം, റെസ്പിറേറ്ററി, കാർഡിയോവാസ്കുലർ, റീനൽ, മസ്കുലോസ്കെലിറ്റൽ, എൻഡോക്രൈൻ, സർക്കുലേറ്ററി, ഡൈജസ്റ്റീവ്, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഇങ്ങനെയുള്ള എല്ലാ സിസ്റ്റംസും കവർ ചെയ്യേണ്ടതാണ്. ബേസിക് അനാറ്റമി ആൻഡ് ഫിസിയോളജിയാണ്. എല്ലാ ഇൻറ്റേർണൽ, എല്ലാ വൈറ്റൽ ഓർഗൻസ് ഓഫ് ദ ബോഡി ആൻഡ് ഫങ്ഷൻസും സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് വൈറ്റൽ ഓർഗൻസ് ആണ് അനാറ്റമി ആൻഡ് ഫിസിയോളജിയിൽ വരുന്നത്. സെക്ഷൻ 2 ന്യൂട്രീഷൻ, ഹൈജീൻ, ബേസിക് ഫാർമക്കോളജി ആൻഡ് ബേസിക് മൈക്രോബയോളജി. ഫസ്റ്റ് ന്യൂട്രീഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ്, ന്യൂട്രിയൻസ് ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വൈറ്റമിൻസ്, മിനറൽസ്, ഇതിൻ്റെ എല്ലാം ഫങ്ഷൻസ്, സോഴ്സസ്, ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ്, RDA റെക്കമെൻഡഡ് ഡെയിലി അലവൻസ് എങ്ങനെയാണ്. ദെൻ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അസസ്മെൻറ്റ് ഓഫ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ്, ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റി ന്യൂട്രീഷണൽ പ്രോഗ്രാംസ്, ഫുഡ് ഫോർട്ടിഫിക്കേഷൻ, അഡൾട്ടറേഷൻ, ഫുഡ് സ്റ്റാൻഡേർഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെഫർ ചെയ്ത് പഠിച്ചിരിക്കണം. പിന്നെ ന്യൂട്രീഷണൽ പ്രോബ്ലംസ് ഇൻ പബ്ലിക് ഹെൽത്ത്, എസ്പെഷ്യലി പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ, ലോ ബർത്ത് വെയ്റ്റ്, വൈറ്റമിൻ എ ഡെഫിഷ്യൻസി, അയഡിൻ ഡെഫിഷ്യൻസി, അനീമിയ, ഫ്ലൂറോസിസ്, ഇങ്ങനെയുള്ള ന്യൂട്രീഷണൽ പ്രോബ്ലംസും അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂട്രീഷണൽ ഡിസീസസ്, സ്പെസിഫൈഡ് ആയിട്ടുള്ള ഡിസീസസ് ലൈക്ക് കാർഡിയോവാസ്കുലർ ഡിസീസസ്, ഡയബറ്റീസ്, ക്യാൻസർ, ഇങ്ങനെയുള്ള ഡിസീസസും നമ്മൾ ഫോക്കസ് ചെയ്ത് വായിച്ച് പഠിക്കേണ്ടതാണ്. അടുത്തത് ഹൈജീനാണ്. ഹൈജീനിൽ ഡിഫറെൻറ്റ് methods of hygiene like meat hygiene, food hygiene, foodborne infections and diseases, food toxicants, food fortification, pasteurization. So basic hygienic measures എങ്ങനെയാണ് എന്നുള്ളത് ഫോക്കസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ബേസിക് ഫാർമക്കോളജിയിൽ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ്, ഓരോ ഡ്രഗ്സിൻ്റെയും ആക്ഷൻസ്, ഇഫക്റ്റ് ഓഫ് ദീസ് ഡ്രഗ്സ്, അഡ്വേഴ്സ് ഇഫക്ട്സ് എങ്ങനെയായിരിക്കും, ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ഏരിയാസാണ് ബേസിക് ഫാർമക്കോളജിയിൽ റെഫർ ചെയ്ത് പഠിക്കേണ്ടത്. അടുത്തത് ബേസിക് മൈക്രോബയോളജിയിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ്, ഡിഫറെൻറ്റ് ഡിസീസസ്, അതിൻ്റെ കോസേറ്റീവ് ഓർഗാനിസംസ്, ഇൻക്യുബേഷൻ പീരീഡ്, ദെൻ ഡിഫറെൻറ്റ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്, അതുപോലെ ഡിഫറെൻറ്റ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് മാനേജ്മെൻറ്റ്, അതിനുപയോഗിക്കുന്ന ഡ്രഗ്സ്, പിന്നെ ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി, ഈ എല്ലാ ആസ്പെക്ട്സുമാണ് ബേസിക് മൈക്രോബയോളജിയിൽ വരുന്നത്. അടുത്തത് സെക്ഷൻ 3 ആണ്. സെക്ഷൻ 3ൽ ഫസ്റ്റ് എയ്ഡ് ആൻഡ് ബേസിക് മെഡിസിൻ,
disaster management and rehabilitation, disability management. First aid and basic medicine first നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ബ്ലീഡിങ്, ബേൺസ്, ചോക്കിംഗ്, ഇലക്ട്രിക് ഷോക്ക്, പോയ്സണിങ്, സ്നേക്ക് ബൈറ്റ്, ഫോറിൻ ബോഡി ഇൻ ഐസ്, ഇങ്ങനെയൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് ഏരിയാസ്, ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട ഡിഫറെൻറ്റ് ഏരിയാസും, അതുപോലെ തന്നെ CPR, കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ, ഈ എല്ലാ ആസ്പെക്ട്സുമാണ് ഫസ്റ്റ് എയ്ഡിൽ വരുന്നത്. പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, റിഹാബിലിറ്റേഷൻ. ഡിസാസ്റ്ററിൽ ടൈപ്സ് ഓഫ് ഡിസാസ്റ്റർ, ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിൾ, എന്താണ് ട്രയേജ്, അതിൻ്റെ കളർ കോഡിങ്, ഇങ്ങനെയുള്ള ആസ്പെക്ട്സ് എല്ലാം ഡിസാസ്റ്ററിൽ വരുന്നു. പിന്നെ ഡിസബിലിറ്റി മാനേജ്മെൻറ്റിൽ ഡിഫറെൻറ്റ് ടെർമിനോളജീസ്, അതായത് ഇമ്പയർമെൻറ്റ്, ഡിസബിലിറ്റി, ഹാൻഡിക്യാപ്ഡ്, ഡിസബിലിറ്റി ലിമിറ്റേഷൻ എങ്ങനെയാണ്, ഡിസീസ് എന്താണ്, ഇൽനെസ്, സിക്നെസ്, റിസ്ക് മാർക്കേഴ്സ്, വെൽബീയിങ്, ഇതെല്ലാം ഡിസബിലിറ്റി മാനേജ്മെൻറ്റിൽ വരും. അടുത്തത് സെക്ഷൻ 4. സെക്ഷൻ 4ൽ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ആൻഡ് നാഷണൽ ഹെൽത്ത് പോളിസി. ഡിഫറെൻറ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ബാക്ടീരിയൽ, വൈറൽ, പ്രോട്ടസോവൽ, ഹെൽമിന്തിക്, ഫംഗൽ, അതുപോലെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, ഇൻറ്റസ്റ്റൈനൽ ഇൻഫെക്ഷൻസ്, ആർത്രോപോഡ് ബോൺ ഇൻഫെക്ഷൻസ്, ദെൻ സൂനോട്ടിക് ഇൻഫെക്ഷൻസ് ആൻഡ് സർഫസ് ഇൻഫെക്ഷൻസ്. ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള എല്ലാ ഡിസീസസും, അതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, കോസറ്റീവ് ഓർഗാനിസംസ്, പിന്നെ ഇൻക്യുബേഷൻ പീരീഡ്, ഡിഫറെൻറ്റ് സൈൻസ് ആൻഡ് സിംറ്റംസ്, മാനേജ്മെൻറ്റ്, ഡ്രഗ്സ്, വാക്സിൻസ്, സ്ക്രീനിങ് ഓഫ് ദീസ് ഡിസീസസ്, ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസുമായിട്ട് വരുന്ന ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഹെൽത്ത് പ്രോഗ്രാംസ്, നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്. പിന്നെ തിയറീസ് ഓഫ് ഡിസീസ് കോസേഷൻ. Different theories are there regarding the disease causation. Agent, host, environment എന്നുൾപ്പെടുന്ന എപ്പിഡമിയോളജിക്കൽ ട്രയാഡ്, നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് ഡിസീസ്, then different levels of prevention, then ഐസ്ബർഗ് ഫിനോമിന, റിസ്ക് അപ്രോച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. അതായത് എപ്പിഡമിയോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നോക്കണം. എപ്പിഡമിയോളജി, പ്രിൻസിപ്പിൾസ് ഓഫ് എപ്പിഡമിയോളജി, ഡിഫറെൻറ്റ് എപ്പിഡമിയോളജിക്കൽ മെത്തേഡ്സ് ലൈക്ക് ഒബ്സർവേഷണൽ മെത്തേഡ്സ്, എക്സ്പെരിമെൻ്റൽ മെത്തേഡ്സ്, അനലൈറ്റിക്കൽ മെത്തേഡ്സ്, അതിലാണ് കേസ് കൺട്രോൾ, കൊഹോർട്ട് സ്റ്റഡീസ്, ഇതെല്ലാം വരുന്നത്. അതുപോലെ ഡിഫറെൻറ്റ് ഇൻഫെക്ഷ്യസ് ഡിസീസ് എപ്പിഡമിക്സ്. പിന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഇമ്മ്യൂണൈസിങ് ഏജൻറ്റ്സ്, വാക്സിൻസ്, ഇമ്മ്യൂണോഗ്ലോബുലിൻസ്, ഈ വാക്സിൻസിന് സ്റ്റോർ ചെയ്യുന്നതിനുള്ള കോൾഡ് ചെയിൻ ഫെസിലിറ്റി, അഡ്വേഴ്സ് ഇഫക്ട്സ് ഓഫ് ദീസ് വാക്സിനേഷൻസ്, ഇതെല്ലാം റെഫർ ചെയ്ത് പഠിക്കുക. പിന്നെ പല ഡിഫറെൻറ്റ് ടെർമിനോളജീസ് വരുന്നതാണ് എപ്പിഡമിയോളജിയിൽ. അതായത് എന്താണ് എപ്പിഡമിക്, എൻഡമിക്, പാൻഡമിക്, ഇങ്ങനെയുള്ള ടെർമിനോളജീസ്, ഇൻക്യുബേഷൻ പീരീഡ്, ജനറേഷൻ ടൈം, അതുപോലെ ഇൻസിഡൻസ്, പ്രിവലൻസ്, ഇങ്ങനെയുള്ള എല്ലാ ടെർമിനോളജീസും അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. പിന്നെ നാഷണൽ ഹെൽത്ത് പോളിസി, ഡിഫറെൻറ്റ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് റിലേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള നാഷണൽ പ്രോഗ്രാംസ്, RCH പ്രോഗ്രാം, NRHM, ഇമ്മ്യൂണൈസേഷൻ, യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം, ഡിഫറെൻറ്റ് ന്യൂട്രീഷണൽ പ്രോഗ്രാംസ്, ഹെൽത്ത് പ്രോഗ്രാംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് സെക്ഷൻ 5, പബ്ലിക് ഹെൽത്ത് ആൻഡ് പ്രൈമറി ഹെൽത്ത് കെയർ, ജോബ് റെസ്പോൺസിബിലിറ്റീസ്, റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ്, ഫാമിലി വെൽഫെയർ, ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പോപ്പുലേഷൻ എഡ്യൂക്കേഷൻ. പബ്ലിക് ഹെൽത്ത് ആൻഡ് പ്രൈമറി ഹെൽത്ത് കെയറിനെ പറ്റി പറയുവാണെങ്കിൽ ഫസ്റ്റ് ഹെൽത്ത്, അതിൻ്റെ ഡിറ്റർമിനൻറ്റ്സ് ഓഫ് ഹെൽത്ത്, കമ്പോണൻറ്റ്സ് ഓഫ് ഹെൽത്ത്, പ്രിൻസിപ്പിൾസ്, അൽമാറ്റ ഡിക്ലറേഷൻ, ദെൻ ഗ്ലോബൽ ഹെൽത്ത് ഗോൾസ്, ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഹെൽത്ത് കെയർ, ദെൻ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ. ഈ ആസ്പെക്ട്സ് എല്ലാമാണ് പബ്ലിക് ഹെൽത്ത് ആൻഡ് പ്രൈമറി ഹെൽത്ത് കെയർ. ഇതുപോലെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് മെഡിക്കൽ ഓഫീസർ, ഹെൽത്ത് വർക്കേഴ്സ്, ഇങ്ങനെയുള്ള എല്ലാ ജോബ് റെസ്പോൺസിബിലിറ്റീസും ഇമ്പോർട്ടൻ്റ് ആണ്. റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ്, ഫാമിലി വെൽഫെയർ, ഫാമിലി വെൽഫെയറിൽ ആൻറ്റിനേറ്റൽ, ഇൻട്രാനേറ്റൽ, പോസ്റ്റ്നേറ്റൽ കെയർ, മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് സർവീസസ്, കെയർ ഓഫ് ചിൽഡ്രൻ ആൻഡ് ലോസ് റിലേറ്റഡ് ടു women and child welfare measures, demography and family planning aspects, fertility related statistics are important. In health statistics and population education, indicators of health and
fertility related statistics, mortality and morbidity related indicators, socio-economic indicators, disability indicators, health service indicators, indicators of quality of life, then well-being indicators. ഈ പറഞ്ഞ ആസ്പെക്ട്സ് എല്ലാം ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നു. അടുത്തത് സെക്ഷൻ 6 എൻവയൺമെൻറ്റൽ സാനിറ്റേഷൻ ആൻഡ് പബ്ലിക് ഹെൽത്ത് പ്രോബ്ലംസ്. എൻവയൺമെൻറ്റൽ സാനിറ്റേഷൻ എന്ന ടോപ്പിക്കിൽ വരുന്നതാണ് എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ, വാട്ടർ ക്വാളിറ്റി, ഹാർഡ്നെസ് ഓഫ് വാട്ടർ ആൻഡ് റിമൂവൽ ഓഫ് ഹാർഡ്നെസ്, വെന്റിലേഷൻ, lighting, noise, radiation, atmospheric pressure, waste disposal, excreta disposal, disposal of dead, sewage treatment, then arthropod control measures. ഇങ്ങനെയുള്ള ആസ്പെക്ട്സ് എല്ലാം എൻവയൺമെൻറ്റൽ സാനിറ്റേഷൻ ആൻഡ് പബ്ലിക് ഹെൽത്ത് പ്രോബ്ലംസിൽ വരുന്നു. പിന്നെ വരുന്നത് സെക്ഷൻ 8 സെക്ഷൻ 7 കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ ഡിഫറെൻറ്റ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ടൈപ്സ്, channels of communication, barriers of communication, different audiovisual aids, then different methods in health communication, principles of health education, approach and content of health education. ഇതെല്ലാമാണ് സെക്ഷൻസ്. ഈ ടോപ്പിക്സ് എല്ലാം സെക്ഷൻ 7 കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ വരുന്നു. അടുത്തത് സെക്ഷൻ 8 ഫണ്ടമെൻ്റൽസ് ഓഫ് മാനേജ്മെൻറ്റ്, Public Health Act, Local Self-Government and Project Preparation. Fundamentals of Management ആണ്, അതായത് തിയറീസ് ആൻഡ് അപ്രോച്ചസ് ടു മാനേജ്മെൻറ്റ്, ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്, ഡിഫറെൻറ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് ഇൻ ഹെൽത്ത് കെയർ, ഹൗ ടു പ്ലാൻ ഡിഫറെൻറ്റ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ പബ്ലിക് ഹെൽത്ത് ആക്റ്റുകൾ, രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് ആക്ട്, പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട്, ഇങ്ങനെയുള്ള ആക്റ്റുകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. PNDT ആക്ട്, MTP ആക്ട്. സോ ഓൾ പബ്ലിക് ഹെൽത്ത് ലോസ് ആൻഡ് ആക്ട്സ് ഈ ടോപ്പിക്കിൽ വരണം, ഈ ടോപ്പിക്കിൽ പഠിക്കണം. ഡിഫറെൻറ്റ് എൻവയൺമെൻറ്റൽ ലേബർ ലോസ്, എൻവയൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, ഇതെല്ലാമാണ് പബ്ലിക് ഹെൽത്ത് ലോസിൽ വരുന്നത്. പിന്നെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന ടോപ്പിക്കിലാണെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന ടോപ്പിക്കിൽ ഓർഗനൈസേഷൻ ഓഫ് ഹെൽത്ത് കെയർ സിസ്റ്റം, റൂറൽ ആൻഡ് അർബൻ ഏരിയാസിൽ ഓർഗനൈസേഷൻ ഓഫ് ഹെൽത്ത് കെയർ സിസ്റ്റം, സെൻറ്റർ, സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽ, സബ് സെൻറ്റർ, PHC, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ CHC, പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ജില്ലാ പരിഷത്ത്, ആശ, ആയുഷ്, ഇങ്ങനെയുള്ള ആസ്പെക്ട്സ് എല്ലാം കവർ ചെയ്യുന്നതാണ്. അടുത്തത് സെക്ഷൻ 9 ബിഹേവിയറൽ സയൻസസ് ആണ്, സോഷ്യോളജി, സൈക്കോളജി ആൻഡ് മെൻ്റൽ ഹെൽത്ത്. The concepts in sociology, society, community, socialization, social organization, social group, family, types of family, social class, structure of society, different social agencies, ഇതെല്ലാം സോഷ്യോളജിയിൽ വരുന്നു. പിന്നെ സൈക്കോളജിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് ആക്ട്, major categories of psychiatric disorders, magnitude of mental health problems. സൈക്കോളജിയിൽ നമ്മൾ നോക്കേണ്ടത് ഡിഫറെൻ്റ് ആസ്പെക്ട്സ്, സ്കോപ്പ് ഓഫ് സൈക്കോളജി, ഇമോഷൻസ്, ആറ്റിറ്റ്യൂഡ്, ലേണിംഗ്, ഡിഫറെൻറ്റ് ഡിഫെൻസ് മെക്കാനിസംസ്, ഹാബിറ്റ്സ്, പേഴ്സണാലിറ്റി, മെൻ്റൽ ഏജ്, ഇൻ്റലിജൻസ്, ദെൻ സോഷ്യൽ സൈക്കോളജി, ഇങ്ങനെയുള്ള ആസ്പെക്ട്സ് എല്ലാമാണ് സൈക്കോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അടുത്തത് സെക്ഷൻ 10 നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ്, പാലിയേറ്റീവ് കെയർ ആൻഡ് ജീറിയാട്രിക് ഹെൽത്ത്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൽ കാർഡിയോവാസ്കുലാർ ഡിസീസസ്, hypertension, obesity, diabetes, cancer, then blindness, hearing impairment, accidents and ഓറൽ ഹെൽത്ത് പ്രോബ്ലംസ്, ഇങ്ങനെയുള്ള ആസ്പെക്ട്സ് എല്ലാം നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൽ റെഫർ ചെയ്ത് പഠിക്കുക. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെൻറ്റ്, ദെൻ മാനേജ്മെൻറ്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ്, how to segregate, collect, transport, store and transport these waste, categories of biomedical waste management, handling of this hospital waste and different color coding and container color coding for biomedical waste management and the containers used, ഇതെല്ലാം biomedical waste management ൽ വരും.
പാലിയേറ്റീവ് കെയർ ആൻഡ് ജീറിയാട്രിക് ഹെൽത്ത് ഇൻക്ലൂഡ് ഓൾ ദ ഹെൽത്ത് പ്രോബ്ലംസ് ഓഫ് ഏജ്ഡ്. ഈ ആസ്പെക്ട്സ് എല്ലാമാണ് പാലിയേറ്റീവ് കെയർ ആൻഡ് ഹെൽത്ത് കെയർ ആസ്പെക്റ്റിൽ വരുന്നത്. അപ്പോൾ ഇത്രയും ഏരിയാസാണ് 10 സെക്ഷനായിട്ടാണ് ഈ സിലബസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്, apart from the topics detailed above, questions from other topics prescribed for educational qualification of the post may also appear in the question paper. അതായത് ക്വസ്റ്റ്യൻസ് നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഈ പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഏത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സിലബസ് തന്നിട്ടുണ്ട് എങ്കിൽ തന്നെയും നമുക്ക് ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. And also there is no undertaking that all the topics above may be covered in the question paper. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു രീതിയിൽ വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. എല്ലാ ഇമ്പോർട്ടൻറ്റ് ഏരിയാസും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിലബസ് ആണ്. ആ രീതിയിൽ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ബെസ്റ്റ് വിഷസ് ഫോർ ദ എക്സാം. So thank you for watching the video. Also share this video to your friends.